ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഹാൽ ജബിൻ. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിലെ 7ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വേൾഡ് വാർ സെക്കൻഡ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്. ഇന്നത്തെ ഈ സെഷനിൽ ആരും തന്നെ വേൾഡ് വാർ സെക്കൻഡും അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇവൻച്വൽ കോൺസിക്വൻസസ് എന്തായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ശേഷം മൂവ്മെൻറ്റ് പോയിട്രി എന്താണെന്നും അതിൻ്റെ രണ്ട് പ്രധാന പ്രൊപ്പനൻസ് ആയിട്ടുള്ള അത് കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രധാന പോയറ്റ്സ് ആയിട്ടുള്ള ഫിലിപ്പ് ലാക്കിനെ കുറിച്ചും ടോം ഗണ്ണിനെ കുറിച്ചും സ്പെസിഫിക്കലി നമ്മളൊന്ന് പഠിക്കുന്നതായിരിക്കും. വേൾഡ് വാർ സെക്കൻഡിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇവൻച്വൽ ആഫ്റ്റർ മാത്ത് എന്തൊക്കെയായിരുന്നു എന്ന് അറിയുന്നതിന് മുമ്പ് വേൾഡ് വാർ സെക്കൻഡിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുൻപ് ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചെടുത്തിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. ഏകദേശം 1939 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജർമ്മനി പോളണ്ടിനെ ഇൻവേഡ് ചെയ്തതോടുകൂടി ട്രീറ്റി ഓഫ് വെഴ്സാലീസ് ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഇവൻച്വൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ടാണ് വേൾഡ് വാർ സെക്കൻഡ് വരുന്നത്. പിന്നെ അഡോൾഫ് ഹിറ്റ്ലർ അതേസമയം എന്ത് ചെയ്യുകയായിരുന്നു? ഹി വാസ് ട്രൈങ് ടു യുണൈറ്റ് ഓൾ കൺട്രീസ് വിത്ത് ജർമൻസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നാസി ഗവൺമെൻറ്റിന് കീഴിൽ എല്ലാ കൺട്രീസും ജർമൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വലിയൊരു വേൾഡ് കോൺക്വസ്റ്റിൻ്റെ ആ ഒരു വലിയൊരു ക്വസ്റ്റിലായിരുന്നു അദ്ദേഹം. അതേസമയം തന്നെ അവിടെ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അല്ലേ. രണ്ട് ലീഡിങ് ഗ്രൂപ്പ്സ് ആയിരുന്നു അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സിൽ ആരൊക്കെയായിരുന്നു? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ പോലെയുള്ള പ്രമുഖ രാജ്യങ്ങളുണ്ടായിരുന്നു. അലൈഡ് പവേഴ്സിലാണ് ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും ഒക്കെ വരുന്നത് അല്ലേ. കൂടാതെ പക്ഷേ US-ൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് സ്വല്പം ലേറ്റ് ആയിട്ടാണ്. അതായത് അവരുടെ ഈ ഒരു കലശിത സിറ്റുവേഷൻസ് എല്ലാം തുടങ്ങി ഒരല്പം ശേഷമാണ് US ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. US പിന്നീട് അലീഡ് ഗ്രൂപ്പ്സുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അലീഡ് ഗ്രൂപ്പ്സിൽ ആരൊക്കെയുണ്ട്? സോവിയറ്റ് യൂണിയൻ, അതായത് നമ്മുടെ ഇന്നത്തെ റഷ്യ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ആക്സിസ് ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കോസസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, അന്ന് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഫസ്റ്റ് വേൾഡ് വാറോട് കൂടി തന്നെ അതിനുശേഷം വരുന്നൊരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അനാർക്കിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് നേരിടുന്ന ഒരു സമയമാണ്. എക്കണോമിക്കലി ഒരുപാട് ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഡിപ്രഷൻ വന്നു, കൂടാതെ മാസീവ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സമയമാണ്, ഹൈ ഇൻഫ്ലേഷൻ, കൂടാതെ ജർമ്മനിക്ക് ഒരുപാട് ഡെപ്റ്റുകൾ വന്നു അല്ലേ. അങ്ങനെ അത് പിന്നെ കൂടാതെ റൈസ് ഓഫ് ഫാസിസം, അതായത് ഒരു ടോട്ടലിറ്റേറിയൻ റെജീംസ് അവിടെ വന്നു. അതായത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദ പോളിസി ദാറ്റ് ദെർ ഈസ് എ ബിഗ് ബ്രദർ ഹു ഈസ് ഓൾവേസ് വാച്ചിങ് യു. അതായിരുന്നു അവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ലോഗൻ എന്ന് പറയുന്നത്, ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു. അതായത് എല്ലാത്തിനും മുകളിലുള്ള ഒരാൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റൈസ് ഓഫ് ഫാസിസം, ടോട്ടൽ പവർ ഈസ് ഗിവൻ ടു എ ഡിക്റ്റേറ്റർ. ഒരു സ്വേച്ഛാധിപതിക്ക് എല്ലാ പവറും നൽകുന്നതാണ് ഫാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രൂപത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ജർമ്മനിയിലാണെങ്കിൽ നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലർ അല്ലേ. ഇദ്ദേഹത്തിൻ്റെ നാസിസ്റ്റ് റെജീമിന് കീഴിൽ ഇദ്ദേഹം എല്ലാവരെയും അടക്കി വാഴുന്ന ഒരു നാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസിസ്റ്റിക് ഐഡിയൽസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. ഇറ്റലിയിലായിരുന്നെങ്കിൽ നമുക്കറിയാം ബെനിറ്റോ മുസോളിനി, ജപ്പാനിൽ നമുക്കറിയാം ഹിഡേക്കി ടോജോ. സോ ഏകദേശം ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയതിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാൻ യാതൊരു ഇടയുമില്ല അല്ലേ, അല്ലെങ്കിൽ ഒരു അത്ഭുതപ്പെടാനൊരു കാര്യമില്ല. കാരണം ഇവരാണ് പിന്നീട് ആക്സിസ് പവേഴ്സ് ആയിട്ട് മാറുന്നത്. അതായത് റോം, ബെർലിൻ, ടോക്കിയോ ആക്സിസ് എന്നുള്ള പേരിലാണ് ഇവർ ആക്സിസ് പവേഴ്സ് ആയിട്ട് മാറുന്നത്. ഓൾറൈറ്റ്. പിന്നെ അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് എല്ലാ ജ്യൂസിനെയും പബ്ലിക്കലി കിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൈ ഫൈറ്റിംഗ് ഓഫ് ദ ജ്യൂസ് ഐ ആം ഡൂയിങ് ദ ലോർഡ്സ് വർക്ക്. ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഓൾറൈറ്റ്. അങ്ങനെ ഇദ്ദേഹം പവറിലേക്ക് വന്നു. സ്പെസിഫിക്കലി 1933 ആയപ്പോഴേക്ക് ഇദ്ദേഹം ചാൻസലറൊക്കെ ആയി. കൂടാതെ ബെനിറ്റോ മുസോളിനിയൊക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ കീപ്പ് ചെയ്തു. അതേസമയം ജർമ്മനിയുടെ സകല പ്രോബ്ലംസിനും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ജ്യൂസുമാണ് കാരണമെന്ന് ഇദ്ദേഹം എല്ലാവരോടും പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്തു. അത് കാരണമായിട്ട് ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരെ ക്രൂശിച്ചു. ഒരുപാട് ജ്യൂസിനെ വധിച്ചൊരു വിവരമൊക്കെ നമുക്കറിയാം. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കണ്ടെടുക്കുന്നതും പിന്നീട് പബ്ലിക്കേഷന് വരുന്നതും നമ്മളെല്ലാവരും ആൻ ഫ്രാങ്കിൻ്റെ വരികളിലൂടെ അന്നത്തെ നാസി ഭീകരത എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ജാപ്പാൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടിയും അവിടെയും ഒരു പസഫിക്കിൻ്റെ ഒരു ടോട്ടൽ കൺട്രോൾ അധീനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെയും വരുന്നുണ്ട്. ജപ്പാൻ ചൈന വാർ വരുന്നുണ്ട്. ജപ്പാൻ, ജർമ്മനി, ഇറ്റലി പാക്ട് 1937 വരുന്നുണ്ട്.
ഓൾറൈറ്റ്. കൂടാതെ ഇതിൻ്റെ ഒരു മേജർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്ത് കോൺക്വർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രാൻസിനെയും ഡെൻമാർക്കിനെയും നോർവേ, ബെൽജിയം, നെതർലാൻഡ്. അതോടുകൂടി ഒരു ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുകയാണ്. ഓൾറൈറ്റ്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ US ബ്രിട്ടന് ഒരുപാട് ഗുഡ്സ് എല്ലാം കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. റൈറ്റ്. കാരണം അവരെ പല സമയങ്ങളിലായിട്ട് ഒന്ന് ബാക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അതോടുകൂടെ US ജാപ്പാനിന് ചില വിലക്കുകൾ ഏർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജാപ്പാൻ എന്ത് ചെയ്തു? അമേരിക്കയിലെ ജാപ്പാൻ പേൾ ഹാർബർ ബോംബ് ചെയ്തു. അതോടുകൂടി ജർമ്മനി USൻ്റെ മേലിൽ വാർ ഡിക്ലെയർ ചെയ്തു. US ജർമ്മനിയുടെയും ജപ്പാൻ്റെയും മേൽ വാർ ഡിക്ലെയർ ചെയ്തു. ഓൾറൈറ്റ്. കൂടാതെ ജർമ്മനി സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്തു. അത് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡിലൂടെ ആയിരുന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? പിന്നീട് അതിനുശേഷം ഹിറ്റ്ലർ അധികം വൈകാതെ വീക്കെൻഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. അങ്ങനെ ഇദ്ദേഹം ഒരു വീക്കെൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു ഈസ്റ്റ് ഭാഗത്തേക്ക് തിരിച്ചു. അതിനുശേഷം അദ്ദേഹം റഷ്യ ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചു. കൂടാതെ ഒരുപാട് മാസത്തെ ശ്രമത്തിന് ശേഷം ഇദ്ദേഹത്തിന് ആ ഒരു വാറിലുള്ള ഒരു മൊമെൻറ്റം നഷ്ടപ്പെട്ടു. ആ ഒരു പഴയൊരു വിഗറോസിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പതുക്കെ റഷ്യയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. കൂടാതെ ഫ്രാൻസിനെ ലിബറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അറ്റംപ്റ്റ് അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. 2 മില്യണത്തോളം പീപ്പിൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൂംസ്ഡേ ഇൻവാൻഷൻ ഓഫ് നോർമാൻഡി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ പാരീസിൻ്റെ ലിബറേഷൻ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു സമയത്ത് ആറ്റോമിക് ബോംബ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടെ ഉണ്ട്, അല്ലേ? ഹിരോഷിമയും നാഗസാക്കിയിലൊക്കെ ബോംബിട്ടു. 1945 ഓഗസ്റ്റ് 6-നും 9-നും ഏകദേശം 12 ലക്ഷത്തോളം പീപ്പിൾ ഈ ഒരു സമയത്ത് മരണപ്പെട്ടു. അല്ലെങ്കിൽ ദേ വർ മാസക്കറഡ്, അല്ലേ? മരണപ്പെട്ടതല്ല, കൊന്നതാണ്, അല്ലേ? അതോടുകൂടി തന്നെ ജാപ്പാൻ സറണ്ടർ ചെയ്തു. ഓൾറൈറ്റ്. പിന്നീട് ഹിറ്റ്ലറിൻ്റെ സൂയിസൈഡ് വരുന്നുണ്ട്. അതിനുശേഷം ഹിറ്റ്ലറിൻ്റെ മരണത്തിന് ശേഷം ജർമ്മനി പിന്നീട് പെട്ടെന്ന് സറണ്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേസിക്കലി ഈ വാർ ഓവർ ആയതായിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഈ ഒരു വാറിലൂടെ ഏകദേശം 60 മില്യൺ 6 കോടിയോളം ജനങ്ങൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 6 കോടിയോളം ആളുകളിൽ ഏകദേശം 3 കോടിയോളം റഷ്യൻസ് ആണെന്നുള്ള എസ്റ്റിമേറ്റ്സും വരുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ഡിപ്രഷന് ഒരു എൻഡായിട്ട് മാറി, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്താണ്? ഈ ഒരു വേൾഡ് വാർ സെക്കൻഡോട് കൂടി അവർ സ്വാഭാവികമായിട്ടും കൂടുതൽ വെപ്പൻസിലും കൂടുതൽ ആർട്ടിഫാക്ട്സിലും അവർക്ക് എക്സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് എന്താണ്, ഒരുപാട് ഫാക്ടറീസും ഔട്ട്ലെറ്റ്സും എല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ വന്നു. അതായത് ചെറിയൊരു എക്കണോമിക് ബൂം അവിടെ വന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ ഒന്ന് കുറച്ചു എന്ന് പറയാം. പിന്നെ സ്ത്രീകൾ ജോബ് എടുക്കാൻ തുടങ്ങി. അതായത് അവർക്ക് ജോബുകൾ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ലഭിക്കാൻ തുടങ്ങി. കൂടാതെ ഇത് യൂറോപ്പിനെ ഒന്നടങ്കം നശിപ്പിച്ചു എന്ന് പറയാം. ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറോട് കൂടി യൂറോപ്പ് തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ ഓവറോൾ വേൾഡ് എക്കോണമി തകർന്ന് തരിപ്പണമായി. ആകെക്കൂടി ചെറിയൊരു ബൂം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വാർഫെയർ കൈൻഡ് ഓഫ് ആർട്ടിഫാക്ട്സ് അതിൻ്റെ ഒരു പ്രൊഡക്ഷനിലാണ്. അതുവഴി ചെറിയൊരു ബൂമുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇവൻച്വൽ സക്സഷൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും USA ആണ് പിന്നീട് കാര്യമായിട്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് വാർ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനും USAയും പിന്നീടുള്ള ഇവൻച്വൽ വേൾഡ് ലീഡേഴ്സായിട്ട് മാറുകയായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്കറിയാം ഇപ്പോഴും ഒരു കോൾഡ് വാർ USAയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കും ഇടയിലും എപ്പോഴും ഒരു ടൈറ്റ് വാർ നടക്കുന്നുണ്ട്. അത് അവർ പ്രകടമായിട്ട് പറയുന്നില്ലെങ്കിലും ഇതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോൾഡ് വാർ ആയിട്ടാണ് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഒരു ശീതകാല യുദ്ധം. അത് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും അവർ പരസ്പരം എപ്പോഴും ഭയങ്കര കോമ്പറ്റീഷനിലാണ്. റഷ്യ ചെയ്യുന്നതിന് മുമ്പ് US ചെയ്യണം, US ചെയ്യുന്നതിന് മുമ്പ് റഷ്യയ്ക്ക് ചെയ്യണം. ഇപ്പോഴത്തെ പല 20th സെഞ്ച്വറി സിനിമകളെല്ലാം ഈ ഒരു അമേരിക്ക, റഷ്യ അവ തമ്മിലുള്ള ഈ ഒരു 2 പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള റൈവാലറീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസിൻ്റെ, അവരുടെ പെർട്ടിക്കുലർ വാർഫെയറിൻ്റെയും സ്ട്രാറ്റജീസിൻ്റെയും അവരുടെ ചില രാജ്യതന്ത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള പല സ്റ്റോറീസും സിനിമകളൊക്കെ നമുക്കറിയാം, അല്ലേ? കൂടാതെ ഇത്തരത്തിൽ പല രാജ്യങ്ങളും നമുക്കറിയാം. അമേരിക്ക നാഗസാക്കിയിലും അതുപോലെ തന്നെ ഹിരോഷിമയിലൊക്കെ ബോംബിട്ടു. ഒരു നിയന്ത്രണവുമില്ലാതെ ആണവായുധങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ളൊരു ഉപയോഗം മൂലം ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു, അല്ലേ?
സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കുവാനും വേണ്ടിയിട്ട് ലീഗ് ഓഫ് നാഷൻസ് ഫോം ചെയ്തു, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതുവഴി വേൾഡ് പീസ് എൻഷ്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതേസമയം തന്നെ മറ്റൊരുപാട് കാര്യങ്ങളും കൂടി നടന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ഇന്ത്യ പോലെയുള്ള, ആഫ്രിക്ക പോലെയുള്ള ഒരുപാട് കോളനൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം ലോകമഹായുദ്ധം നടക്കുമ്പോൾ കൂടുതലായിട്ട് ഈ അലീഡ് പവേഴ്സിൻ്റെയും ആക്സസ് പവേഴ്സിൻ്റെയും ഒക്കെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ വാറിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വാറിന് വേണ്ടിയിട്ട് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡോമിനൻസ് കുറഞ്ഞതോടുകൂടി ഇവിടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ ആ ഒരു അവരുടെ നഷ്ടപ്പെട്ട പവർ തിരികെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ക്വിറ്റ് ഇന്ത്യ പോലെയുള്ള സമരങ്ങൾ ഇന്ത്യയിൽ വലിയ വിജയം കാണുകയും ശേഷം ഇൻഡിപെൻഡൻസ് ഇന്ത്യക്കും ആഫ്രിക്കയ്ക്കും പോലെയുള്ള ഒരുപാട് കോളനൈസ്ഡ് കൺട്രീസിന് അവർ ആഗ്രഹിച്ച പോലെ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റിലൂടെ അത് ലഭിക്കുകയും ശേഷം ഇന്ത്യയിൽ പാർട്ടീഷനൊക്കെ വരുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഇവഞ്ച്വൽ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്സും ഫ്രീഡവും പാർട്ടീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇനി നമുക്ക് മൂവ്മെൻറ്റ് പോയട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്യുന്നത് 1954 JD സ്കോട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ ലിറ്റററി എഡിറ്റർ ഓഫ് ദ സ്പെക്ടറ്റർ. സ്പെക്ടറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ജേർണലിൻ്റെ ലിറ്റററി എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ എഡിറ്റർ ആയിരുന്നു. 1954 ഇത് സംഭവിക്കുന്നത്. ആൻഡ് എന്തായിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശം? ഹി വാണ്ടഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ആമിസ്, ഡൊണാൾഡ് ഡേവി, DJ എൻറൈറ്റ്, ജോൺ വെയ്ൻ, എലിസബത്ത് ജെന്നിങ്സ്, കൂടാതെ ടോം ഗൺ ആൻഡ് റോബർട്ട് കോൺക്വസ്റ്റ്. ഇതുപോലെയുള്ള സുപ്രധാനപ്പെട്ട ഒരുപാട് എഴുത്തുകാരുണ്ട്, സുപ്രധാനികളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരെ പെർട്ടിക്കുലർലി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേമാണ് ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സ്വാഭാവികമായിട്ടും മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതൊരു പ്രൊസഷനാണ് അല്ലേ, അതൊരു മുന്നോട്ടുള്ളൊരു യാത്രയാണ് മൂവ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീമിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കണ്ടെത്താം. സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീമിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മൂവ്മെൻ്റ് ആയിട്ട് ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചിട്ടകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അതിനെ ഓപ്പോസ് ചെയ്യുന്ന തരത്തിലൊരു മൂവ്മെൻ്റ് ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി എസെൻഷ്യലി ഇംഗ്ലീഷ് ഇൻ ക്യാരക്ടർ. ഇംഗ്ലീഷ്, അതായത് എല്ലാ ബ്രിട്ടൻ്റെ ഒരുവിധം എല്ലാ ലിറ്റററി ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ലിറ്റററി ട്രഡീഷൻസ് എല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതായിരുന്നു. അതേസമയം പോയിറ്റ്സ് ഫ്രം ദ അതർ പാർട്സ് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം വെർ നോട്ട് ഇൻവോൾവ്ഡ്. റൈറ്റ്. അതായത് UK അല്ലെങ്കിൽ മറ്റ് പാർട്സിലുള്ള ആളുകൾ ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. അതായത് ഐറിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെൽഷ് ആയിട്ടുള്ളതോ മറ്റ് ആളുകളൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. എസെൻഷ്യലി ഇംഗ്ലണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആയിരുന്നു. സ്പെസിഫിക്കലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 2 ആന്തോളജീസ്, 2 കളക്റ്റഡ് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പോയിറ്റ്സ് ഓഫ് 1950s അതാണ് ഒരു വർക്ക്. പോയിറ്റ്സ് ഓഫ് 1950s അത് ചെയ്തിരിക്കുന്നത് ഏകദേശം 1950s. അതുകൂടാതെ രണ്ടാമതായിട്ട് ന്യൂ ലൈൻസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് റോബർട്ട് കോൺക്വസ്റ്റ് ആണ്. അതായത് ഇവരും ഇതിലെ തന്നെ പാർട്ടിസിപ്പൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ തന്നെ ആളുകളാണെന്ന് മനസ്സിലാക്കണം. ന്യൂ ലൈൻസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് റോബർട്ട് കോൺക്വസ്റ്റ് ആണ്. കൂടാതെ ദ പോയിറ്റ്സ് ഓഫ് 1950s എഡിറ്റ് ചെയ്തിരിക്കുന്നത് J. എൻറൈറ്റ് ആണ്, അതായത് ജോൺ DJ എൻറൈറ്റ് ആണ്. ഓൾറൈറ്റ്. സോ ഇതാണ് ഇവർ കളക്റ്റീവ്ലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2 ആന്തോളജീസ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം they wanted a poetry that was clearer, simpler, more obviously structured and more modest in its style and subject matter. അവർക്ക് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്രത്തോളം എലവേറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകൾ ഷെയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രഡീഷണൽ സ്റ്റൈലല്ല അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതേസമയം അതിൻ്റെ സ്റ്റൈലിൽ വളരെ മോഡസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എലവേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അവർ ട്രീറ്റ് ചെയ്യുന്ന സബ്ജക്ട് മാറ്റർ ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും എല്ലാം വളരെ സിമ്പിളായിട്ട് ഡേ ലൈഫിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിൽ കീപ്പ് ചെയ്യുന്ന തരത്തിലൊരു പോയട്രി ആയിരുന്നു അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു പോയട്രി ആയിരുന്നു അവർ എയിം ചെയ്തിട്ടുണ്ടായിരുന്നതും അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതും. ആൻഡ് ദ എയിംസ് അറ്റ് സ്റ്റാർക്ക് റിയലിസം, പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ബേസിസിൽ ആണ് അവരുടെ ഒട്ടുമിക്ക പോയട്രീസും കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റാഷണൽ, empirical and argumentative, and it employs traditional syntax using ordinary diction, and it is almost
മോസ്റ്റ് ഓഫ് എൻ കൊളോക്കിയൽ ഇൻ സ്റ്റൈൽ. കൂടാതെ വളരെ റാഷണലായിരിക്കും, വളരെ തികച്ചും പുരോഗമനപരമായിട്ടുള്ള എംപിരിക്കൽ ആയിട്ടുള്ള, അതായത് വെറുതെ ഒരു ആർഗ്യുമെൻറ്റ് പറയുകയല്ല, തികച്ചും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എംപിരിക്കൽ എന്ന് പറയാൻ കാരണം എന്താണ്? ദി യൂഷ്വലി പ്രൊവൈഡ് എ പ്രോപ്പർ വാലിഡേറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. ഒരു പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് നൽകുവാനുണ്ടായിരിക്കും. ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള അപ്രോച്ചോ അല്ല അവർ അവരുടെ പോയിന്റുകൾ സ്വീകരിക്കുന്നത്. തികച്ചും വാലിഡേറ്റഡ് ആയിട്ടുള്ള, തികച്ചും പകൽ പോലെ വ്യക്തമായിട്ടുള്ള ആശയങ്ങളുടെ അല്ലെങ്കിൽ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അപ്രോച്ചസ് ആണ്. തികച്ചും ആർഗ്യുമെൻറ്റേറ്റീവ് ആയിരിക്കും. തികച്ചും തർക്കസംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു തലമുറയിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരും അല്ലേ, സ്പെസിഫിക്കലി ഓരോ ജനറേഷൻസ് കടന്നു പോകുന്നതിന് അനുസരിച്ച്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ ചില പണ്ടത്തെ രീതികൾ അല്ലെങ്കിൽ പുതിയ രീതികൾ, അല്ലെങ്കിൽ റാഡിക്കൽ തോട്ട്, കൺസർവേറ്റീവ് തോട്ട്, ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ അപ്പോഴും വരാറുണ്ട് അല്ലേ. അത്തരത്തിലുള്ള സമയത്ത് അവരുടെ ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് തികച്ചും ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള, തർക്കപരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അവരുടെ ഭാഗം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് അപ്രോച്ച് അവരുടെ പല പോയിട്രിയിലും അവരുടെ പല വർക്ക്സിലും കാണാൻ സാധിക്കുമായിരുന്നു. കൂടാതെ അതിലൊരു ട്രഡീഷണൽ സിൻറ്റാക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അപ്പോഴും കാണാം. അതായത് ട്രഡീഷണൽ ഒരു പദഘടന അവർ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഓർഡിനറി, ഒരു സാധാരണ രചനാ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഓഫൻ ദേ യൂസ് കൊളോക്കിയൽ സ്റ്റൈലുള്ള ലാംഗ്വേജാണ്. സാധാരണ പ്രാദേശികപരമായിട്ടുള്ള സാധാരണ രൂപത്തിലുള്ള എഴുത്തുകളും രീതികളും ഒക്കെ തന്നെയാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. And through that they seeks to establish a direct relationship between the poet and his audience. ഇത്തരത്തിലുള്ള വളരെ റിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വളരെ നാച്ചുറൽ ആയിട്ട്, വളരെ ഓർഡിനറി ആയിട്ട് ഇതെല്ലാം അവതരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള അകലം കുറയും അല്ലേ. അതൊരു ഡിറക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുവാൻ ഒരുപാട് സഹായിക്കും. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഡീൽസ് വിത്ത് ഓർഡിനറി ആൻഡ് കോമൺ തീംസ് ഇൻ ആൻ ഓർഡിനറി ആൻഡ് പ്ലെയിൻ സ്റ്റൈൽ. അവർക്ക് യഥാർത്ഥത്തിൽ ഈ കണ്ട വായനക്കാരുമായിട്ട് സംവദിക്കണം. അതിന് എലവേറ്റിസം അല്ലെങ്കിൽ എലൈറ്റിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഓർണമെൻറ്റേഷൻ ഇൻ പോയട്രി, ഇതൊക്കെ ഒരു വലിയൊരു തടസ്സമാണ്. റിയലിസ്റ്റിക് അല്ലാതെ ഫാൻറ്റസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, സർറിയൽ ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രതിപാദിക്കുകയാണെങ്കിൽ, അതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു നോർമൽ റീഡറിന് അതിൻ്റെ ഒരു ഭംഗിയോ അതിൻ്റെ ഒരു ചാരുതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ്ങോ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതൊരു വിഭാഗം സ്കോളസ്റ്റിക് ആയിട്ടുള്ള, എറുഡീറ്റ് ആയിട്ടുള്ള, നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു അർത്ഥവും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. മെജോറിറ്റി വരുന്ന പോപ്പുലേഷന് സ്റ്റാഗ് റിയലിസത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അവർക്ക് തീക്ഷ്ണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. അതുവഴിയേ അവരിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതാണ് അവരുടെ മൂവ്മെൻറ്റ് പോയിറ്റ്സ് അവരുടെ മെയിൻ ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നതും അവരുടെ സിഗ്നിഫിക്കൻ്റ് അപ്രോച്ച് ആയിട്ട് എടുത്തിരിക്കുന്നതും ഈ ഒരു ഓർഡിനറി പ്ലെയിൻ സ്റ്റൈലാണ്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് സെറ്റ് പെർസ്പെക്റ്റീവിൽ പഠിക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് പോയിറ്റാണ് ഫിലിപ്പ് ലാർക്കിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1922 മുതൽ 1985 വരെയായിരുന്നു. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, നോവലിസ്റ്റാണ്, ലൈബ്രറിയൻ കൂടിയാണ്. ആൻഡ് ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ W.H. Auden, W.B. Yeats ആൻഡ് തോമസ് ഹാർഡി. ആൻഡ് ഹിസ് പോംസ് ആർ ഹൈലി സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ വേഴ്സ് ഫോംസ് അല്ലേ. വിക്ടോറിയൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ പോയിന്റ് ആയിട്ടുള്ള W.H. Audenൻ്റെ ഇദ്ദേഹത്തിൻ്റെ പല റൈറ്റിങ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇദ്ദേഹത്തിനുണ്ട്. കൂടാതെ W.B. Yeats ഇദ്ദേഹത്തിൻ്റെ കൂടി റൈറ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ക്രൂഷ്യലായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി സ്ട്രക്ചേർഡ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിളുമാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അത് ഒരു യുണീക്ക് പ്രസൻറ്റേഷനോട് കൂടി അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിലും ഒരു ചിട്ടയായിട്ടൊരു സ്ട്രക്ചർ, ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നതിൽ അതിയായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആൾട്ടർ ഈഗോയെ റിസംബിൾ ചെയ്യുന്ന ഒരു സ്യൂഡോണിമസ് ആയിട്ടുള്ളൊരു പേരും കൂടി ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബ്രൂനറ്റ് കോൾമാൻ ആണ് ഇദ്ദേഹത്തിൻ്റെ അപരനാമം, ഇദ്ദേഹത്തിൻ്റെ സ്യൂഡോണിം. ഈ പേരിൽ ഇദ്ദേഹം ഏതാനും പ്രോസ് വർക്ക്സും കൂടാതെ ഫിക്ഷനും ഒക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു ഓട്ടോബയോഗ്രഫിക്കൽ ഫിക്ഷനും എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഫിക്ഷനും കൂടി ഇദ്ദേഹം ഈ പേരിൽ എഴുതിയിട്ടുണ്ട്. ഓൾറൈറ്റ്, സ്പെസിഫിക്കലി എടുത്തു പറയാവുന്ന 2 നോവല്ലാസ് എന്ന് പറയുന്നത്, ഈ പേരിൽ എഴുതിയിട്ടുള്ള 2 നോവല്ലാസ് എന്ന് പറയുന്നത് ട്രബിൾ അറ്റ് വില്ലോ ഗേബിൾസ് ആൻഡ് മിക്കൽമാസ് ടേം അറ്റ് സെയിൻറ്റ് ബ്രൈഡ്സ് എന്ന് തുടങ്ങുന്ന ഈ 2 വർക്ക്സാണ്. ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ആരും തന്നെ ദ നോർത്ത് ഷിപ്പാണ് എടുത്തു പറയേണ്ട ഒരു പോയട്രി കളക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെബ്യൂ പോയട്രി കളക്ഷൻ. അതായത് ഇദ്ദേഹം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോയട്രി കളക്ഷനാണ്. ദറ്റ് വാസ് പബ്ലിഷ് ഇൻ 1945.
where it has set of 5 poems. 5 പോംസാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് ഇതിവൃത്തം എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ട്രൈങ് ടു ട്രാക്ക് എ ഷിപ്സ് നോർത്ത് വാർഡ് പ്രോഗ്രസ്. ഒരു ഷിപ്പിൻ്റെ നോർത്ത് വാർഡ് പ്രോഗ്രസ്സിനെ കുറിച്ച് അതിനെ ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഇവൻസിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറി ത്രെഡുമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പോം മൂവ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇതിൽ ബേസിക്കലി 30 പോംസ് ഉണ്ട്, പക്ഷേ 7 മാത്രമേ ടൈറ്റിൽ ഉള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു പെർട്ടിക്കുലർ വർക്കാണ് ദ ലെസ് ഡിസീവ്ഡ്. ദ ലെസ് ഡിസീവ്ഡ് 1955 ഇതിൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മെച്യൂർ കളക്ഷൻ ഓഫ് പോയട്രി എന്നാണ് പലരും പല ക്രിറ്റിക്സും വിശേഷിപ്പിക്കുന്നത്. ഓൾറൈറ്റ്, ഇത് ഏകദേശം ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 13 പോംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇതിലേക്ക് 16 ന്യൂ പോംസും കൂടി ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു കളക്ഷനാണ് ദ വിറ്റ്സ് ആൻഡ് വെഡിങ്സ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വിറ്റ്സ് ആൻഡ് വെഡിങ്സ് എന്ന് പറയുന്നത്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോമാണ് വിറ്റ്സ് ആൻഡ് വെഡിങ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അതിൽ പ്രധാനമായിട്ടുള്ള മറ്റ് ഏതാനും ചില പോംസിനെ കൂടി നമുക്കത് മെൻഷൻ ചെയ്യാം. ആകെ 32 പോംസ് ഉള്ള 1964 പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് മെനി ഓഫ് ലാക്കിൻസ് ബെസ്റ്റ് നോൺ പോംസ് ലൈക്ക് ദ വിറ്റ്സ് ആൻഡ് വെഡിങ്സ്, ഡേയ്സ്, മിസ്റ്റർ ബ്ലീനി, മെക് M14 ആൻഡ് അരുൺഡൽ ടോം. ഇതുപോലെയുള്ള ഒരുപാട് പോംസ് അതിൽ വരുന്നുണ്ട്. അതിൽ സുപ്രധാനമായിട്ട് നമ്മൾ എണ്ണുന്നത് വിറ്റ്സ് ആൻഡ് വെഡിങ്ങിനെ തന്നെയാണ്. ഓൾറൈറ്റ്, എടുത്തു പറയേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഹൈ വിൻഡോസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പോയട്രി. അത് 1974 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇറ്റ് കണ്ടെയ്ൻസ് സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് പോംസ് ഇൻക്ലൂഡിംഗ് ദ ടൈറ്റിൽ പീസ് ഹൈ വിൻഡോസ്, ഡ്യൂബ്ലിനെസ്ക് ആൻഡ് ദിസ് ബി ദ വേഴ്സ്. ഓൾറൈറ്റ്, മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നോവലാണ് എ ഗേൾ ഇൻ വിൻ്റർ. തോമസ് ഹാർഡിയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതാദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1947 ഓൾറൈറ്റ്, ജോൺ ഓസ്ബോൺ അറിയാമോ? ജോൺ ഓസ്ബോൺ എന്ന് പറയുന്നത് ആംഗ്രി യങ് മൂവ്മെൻറ്റിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രൊപ്പനൻ്റാണ് ജോൺ ഓസ്ബോൺ എന്ന് പറയുന്നത്. ആൻഡ് ഹീ കോൾഡ് ഇദ്ദേഹം ഇതിനെ വിളിക്കുന്നത് ദ മോസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റഡ് വർക്ക് ഇൻ ലാക്കിങ്സ് കാനൺ എന്നുള്ളതാണ്. ലാക്കിൻ്റെ കാനണിൽ ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള വർക്കായിട്ടാണ് ഇദ്ദേഹം ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് എ ഹാർബിംഗർ ഓഫ് ഗ്രേറ്റ്നെസ്സിൻ്റെ ഒരു ഹാർബിംഗറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ ഒരു ഹാർബിംഗർ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾ, അല്ലെങ്കിൽ അത് തുടക്കമിടുന്ന ആൾ, അല്ലേ? എന്തിൻ്റെയും തുടക്കക്കാരൻ, പയനിയർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പോലെ. ഓൾറൈറ്റ്, സോ ഇതിൻ്റെ ഒരു പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ നോവൽ, അതായത് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് കാതറീൻ ലിൻഡ് ആണ്. ഷീ ഈസ് ലൈബ്രറി അസിസ്റ്റൻറ്റ്. ഹി വാസ് ഓൾസോ എ ലൈബ്രറി അസിസ്റ്റൻറ്റ്. ഇദ്ദേഹം അങ്ങനെ ഒരു ലൈബ്രറി അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുറേ പേഴ്സണൽ എലമെൻറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ പല പോയട്രിയിലും പല നോവൽസിലൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ദ ആക്ഷൻ ഈസ് കണ്ടൻസ്ഡ് ഇൻ ടു എ 12-hour പീരിയഡ് ഇൻ വിച്ച് ഷീ ഹാസ് ടു ലീവ് വർക്ക് ടു എസ്കോർട്ട് എ കൊളീഗ് ഹു ഹാസ് ബീൻ ടേക്കൻ ഇൽ. ഈ ഹോൾ പ്ലോട്ട് നടക്കുന്നത് ഒരു 12-hour പീരിയഡിലാണ്. ആ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു വർക്കിൽ നിന്ന് ലീവ് ചെയ്തിട്ട് ഒരു കൊളീഗിനെ അസിസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ആൻഡ് ഹീ ഈസ് ഇൽ. And the incident results indirectly in her realization that she no longer cares for Robin and all love interest she had as a teenager. ഇതിൽ നിന്ന് ചില ഇവൻച്വൽ റിയലൈസേഷൻസ്, ചില റെവലേഷൻസ്, ചില ശക്തമായിട്ടുള്ള സത്യങ്ങളിലേക്ക് അവൾ കണ്ണു തുറക്കുകയാണ്. ദാറ്റ് ഷീ നോ ലോങ്ങർ കെയർസ് ഫോർ റോബിൻ. അവളുടെ ഓൾഡ് ടീനേജ് ലവ് ഇൻട്രസ്റ്റിനോട് അവൾക്ക് ഇപ്പോൾ ഒരു ഇഷ്ടവുമില്ല എന്നുള്ളത് അവൾ വൈകി മനസ്സിലാക്കുന്ന ഒരു റെവലേഷനിലാണ് ഈ ഒരു കഥ എ ഗേൾ ഇൻ വിൻ്റർ എന്ന് പറയുന്ന ഒരു നോവൽ അവസാനിക്കുന്നത്. ചർച്ച് ഗോയിങ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1955. ഇദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആന്തോളജി പോയട്രി കളക്ഷനിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളൊരു വർക്കാണ്. ദ ലെസ് റിസീവ്ഡ് എന്ന് പറയുന്ന പോയട്രി കളക്ഷനിലാണ് ഇത് ഫീച്ചർ ചെയ്ത് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് സൈനിസിസത്തിനോട് എതിരായിട്ട് ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു പ്ലേസിലേക്ക് പോയപ്പോൾ എന്തൊക്കെയാണോ ഫീൽ ചെയ്തിട്ടുള്ളത് അതാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. കാരണം ഇദ്ദേഹം ഒരു സെലിബ്രേറ്റഡ് റിലീജിയസ് പ്രാക്ടീഷണറൊന്നും ആയിരുന്നില്ല. ഭയങ്കര ആർഡൻ ക്രിസ്ത്യൻ നോംസ് ലവ് ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില യുക്തിപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെ നിന്ദിച്ചിരുന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ചേർച്ചിലേക്ക് പോകുമ്പോൾ, അദ്ദേഹം സൈക്കിൾ ചെയ്ത് പോകുന്ന സമയത്ത് യാദൃശ്ചിക അങ്ങോട്ട് കയറുന്ന വഴി ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എന്തെല്ലാം ഫീൽ ചെയ്തു
എന്തൊക്കെയാണ് ഇദ്ദേഹം നോട്ടീസ് ചെയ്തത്. അത്തരത്തിലുള്ളൊരു പോർട്രേയിലാണ് ചർച്ച് ഗോയിങ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇദ്ദേഹം നോട്ടീസ് ചെയ്യുകയാണ് അവിടുത്തെ ആ ഒരു എക്ലേസിയാസ്റ്റിക്കൽ ആർക്കിടെക്ചർ ഭയങ്കര ഗ്രാൻഡർ ആയിട്ടുള്ള രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയസ് ഫീലിംഗ് നൽകുന്ന, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ. കൂടാതെ അവിടെ പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ആൽത്താര പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോഴൊക്കെ അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സീരിയസ്നെസ് ഓഫ് മൂഡ്, ഇതിനൊക്കെ ഇദ്ദേഹം വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. ഈ ഒരു എൻറ്റയർ ടോൺ അപ്പാരൻ്റ്ലി ഈ പോയത്തിൽ വിസിബിൾ ആണ്. ഇത് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ച് നോക്കിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ സൈനിസിസത്തിനോട് എതിരാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതായത് ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പേഴ്സണൽ ബിലീഫുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരം ഒരാൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്ലേസിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും. അതാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ളൊരു തോട്ട്സിനോട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റേഷൻ, ഒരു തരത്തിലുള്ളൊരു എക്സ്പ്രഷനുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി തോട്ട്സ് ഓഫ് ദ പോയിറ്റ് ആസ് ഹി എൻറ്റേഴ്സ് എ ചർച്ച് ആൻഡ് ഹീ ഈസ് എൻ അഗ്നോസ്റ്റിക് ബട്ട് അക്സെപ്റ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിലീജിയൻ ഇൻ ഹ്യൂമൻ കൾച്ചർ. ഇദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആണ്. ഇദ്ദേഹം ഒരു മതവിശ്വാസിയൊന്നുമല്ല. ഇദ്ദേഹം ഒരു യുക്തിവാദിയാണെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും ഹ്യൂമൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഹ്യൂമൻ ലൈഫിൻ്റെ ഭാഗമായിട്ടും റിലീജിയൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ചെലുത്തുന്നുണ്ടെന്നും അത് മിസ്റ്റിക്കലി സ്പിരിച്വലി അവരെ എത്രത്തോളം എൻലൈറ്റൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം തികച്ചും ബോധവാനാണ്. അതുകൊണ്ട് തന്നെ ഇൻ ദ പോം ദ സ്പീക്കർ ക്വസ്റ്റ്യൻസ് ദ യൂട്ടിലിറ്റി ഓഫ് ചർച്ചസ് ആൻഡ് ഹെൻസ് റിലീജിയൻ ഇൻ അവർ ലൈഫ്. ഇതിലൂടെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി റേസ് ചെയ്യുന്നുണ്ട്. ചർച്ചിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്നുള്ളതും വെറും റിലീജിയൻ എന്നുള്ള ഒരു അഡ്വക്കസി മാത്രമാണോ, അതല്ലാതെ അതിന് ചില സുപ്പീരിയർ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പർപ്പസ് ഉണ്ടോ, എന്താണ് റിലീജിയൻ നമ്മുടെ ലൈഫിലുള്ള പ്രസക്തി എന്നുള്ള തരത്തിലുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോമാണ് ചർച്ച് ഗോയിങ്, പബ്ലിഷ്ഡ് ഇൻ ലെസ് റിസീവ്ഡ് ഇൻ 1955. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ വിറ്റ്സ് ആൻഡ് വെഡിങ്സ്. 1964 ഇത് എഴുതിയിരിക്കുന്നത്. It was published in 1964 collection of poems also called the Wits and Weddings. സെയിം ടൈറ്റിൽ വരുന്ന പോയട്രി കളക്ഷനിലാണിത് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത്. ഓൾറൈറ്റ്, ട്രെയിൻ ജേർണീസിനെ കുറിച്ച് നമ്മുടെ ലാക്കിന് എഴുതിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പോം ആയിരുന്നത്. ഇദ്ദേഹം മൊത്തത്തിൽ 3 പോംസ് എഴുതിയിട്ടുണ്ട് ട്രെയിൻ ജേർണീസിനെ കുറിച്ച്. ഈ ഒരു പോം ആണെങ്കിൽ 8 സ്റ്റാൻസേഴ്സിലാണ്, 10 ലൈൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി മേക്കിംഗ് വൺ ഓഫ് ഹിസ് ലോങ്ങസ്റ്റ് പോംസ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പോയത്തിൽ പെട്ടിട്ടുള്ള ഒരു പോമാണ്. കൂടാതെ വിറ്റ്സ് ആൻഡ് വെഡിങ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടേം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയം വരുമായിരിക്കും. വിറ്റ്സൺ എന്ന് പറയുന്നത്, വിറ്റ്സൺ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഡേ ആണ്. ക്രിസ്ത്യാനിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലീജിയസ് ഡേ ആണ്. സ്പെസിഫിക്കലി 2 തരത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നെങ്കിൽ വിറ്റ്സൺ, ആ ഒരു വിറ്റ്സൺ സമയത്ത്, ആ ഒരു വിറ്റ്സൺ സീസണിൻ്റെ സമയത്ത് ഒരുപാട് മാരേജസ് നടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ടൈറ്റിൽ ഇട്ടത് എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. അതല്ലാതെ ലാക്കിൻ ഈ ഒരു സമയത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹീ ഈസ് ഡിസ്ക്രൈബിംഗ് അബൌട്ട് എ സ്റ്റോപ്പിംഗ് ട്രെയിൻ ജേർണി സൗത്ത്വാർഡ്സ് ഫ്രം പാരഗൺ സ്റ്റേഷൻ ഇൻ കിങ്സ്റ്റൺ അപ്പോൺ ഹൾ, where he was a librarian at the university on a hot Whitsun Saturday afternoon. അങ്ങനെ ഒരു ഹോട്ട് വിറ്റ്സൺ സാറ്റർഡേ ആഫ്റ്റർനൂണിൽ ഇദ്ദേഹത്തിന് പോകേണ്ടി വന്നൊരു യാത്രയെക്കുറിച്ചാണ് പാരഗൺ സ്റ്റേഷനിൽ നിന്ന് ഹള്ളിലേക്ക്, അല്ലേ. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ് ഈ ഒരു ഹോൾ വർക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ചില സ്റ്റോപ്പുകളിലൊക്കെ എത്തുമ്പോൾ അന്നത്തെ വെഡ്ഡിങ് പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പല നോർത്ത് ഇന്ത്യൻ സെലിബ്രേഷൻസിൻ്റെ പോലെയൊക്കെ ഒരുപാട് മുഴക്കിയും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേഷൻസൊക്കെ ആയിട്ട് ഒരുപാട് ഡ്രംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ അവരുടെ ഒരു സെലിബ്രേഷൻ രീതി എന്ന് പറയുന്നത്. ആ ഒരു രീതി ഏറെക്കുറെ ഇപ്പം കേരളത്തിലും വന്നു തുടങ്ങി, അല്ലേ. അത്തരത്തിലുള്ളൊരു സിമിലർ രീതിയാണ്. കാരണം സ്പെസിഫിക്കലി മാരേജ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തരം ആഘോഷങ്ങളുടെ നോയ്സും കാര്യങ്ങളും എല്ലാം ആ ട്രെയിൻ സ്റ്റേഷനിലും എത്തിയിട്ടുണ്ടാവും. ഓൾറൈറ്റ്. കൂടാതെ യാത്രയക്കാൻ നിൽക്കുന്ന വധൂവരന്മാരെയും അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ ആ സമയത്ത് കാണാൻ സാധിക്കും. കാരണം അത് വിറ്റ്സൺ എന്ന് പറയുന്ന ആ ഒരു സീസൺ എന്ന് പറയുന്നത് തന്നെ വെഡ്ഡിങ്ങിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു ട്രെയിനിലെ യാത്രികനായിരിക്കും അദ്ദേഹത്തിന് കാണേണ്ടി വരുന്ന പല കാഴ്ചകളെയും ഇതിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് റൈറ്ററാണ് ടോം ഗൺ. തോംസൺ വില്യം ടോം ഗൺ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത്. And he was an English poet who was praised for his early verses in England, where he was associated with the movement. Right. ഇദ്ദേഹം പാതി ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ പാതി അമേരിക്കയിലും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഏർലി വേഴ്സസ് എല്ലാം ഇദ്ദേഹം ഇംഗ്ലണ്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ലേറ്റർ പോയിട്രി എല്ലാം അമേരിക്കയിലായിരുന്നു. സോ നമുക്ക് ചെറിയൊരു
ഇവൻച്വൽ ഷിഫ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഹോൾ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്. Specifically, while he was dealing with verses in England, we can definitely see that his verses were much more of the character of movement poetry. അല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോയിറ്റ്സിൻ്റെ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോയട്രിയുടെ കൂടുതലായിട്ടുള്ള ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേഴ്സസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്. എന്നാൽ ലേറ്റർ പോയട്രി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ലൂസർ ആയിട്ടുള്ള ഒരു ഫ്രീ വേർഡ് സ്റ്റൈലുള്ള തരത്തിലുള്ള ഒരു പോയട്രിയാണ്. റൈറ്റ്. And he is comfortable on the fringes of society where popular culture thrives. Rock music, motorcycle gangs, leather bars, and orgies have been his milieu. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം, അല്ലേ? അതായത് ഇദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, പകൽ ഇദ്ദേഹം ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ട് വളരെ ഭംഗിയായിട്ട് പോയട്രി എഴുതുമെങ്കിൽ രാത്രി ഇദ്ദേഹം ഭയങ്കര ഡ്രങ്കാർഡ് ആയിക്കൊണ്ട് ഒരുപാട് സെക്ഷൽ ആക്ടിവിറ്റീസിലെല്ലാം ഏർപ്പെടുന്ന ഒരാളാണെന്നുള്ള ക്രിറ്റിക്കൽ റിവ്യൂസ് എല്ലാം പലരും ഇദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. സെക്ഷുവാലിറ്റി പലപ്പോഴും പല മോഡേൺ പോയിറ്റ്സിൻ്റെയും ഒരു ചോദ്യചിഹ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് നേരെ പലരും നീട്ടുന്ന ഒരു ചോദ്യചിഹ്നമാണ്. കൂടുതലായിട്ട് ഹെറ്ററോസെക്ഷാലിറ്റിയിൽ നിന്ന് ഹോമോസെക്ഷാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല കൺസേൺസും മാസ്കുലിനിറ്റിയെ സ്ട്രെസ് ചെയ്തുകൊണ്ട് അവരുടെ പല പോയത്തിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഫിലിപ്പ് ലാക്കിനെ പോലെയുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള എഴുത്തുകാരെ റോങ് ആയിട്ട് മിസോഗിനിസ്റ്റുകൾ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. മിസോഗിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ത്രീ വിദ്വേഷികൾ. അവരുടെ വർക്ക്സിൽ മാസ്കുലിനിറ്റി വളരെ പ്രസക്തമായിരുന്നു, കൂടുതലായിട്ട് എവിഡൻസ് ആയിരുന്നു. ടോം ഗണ്ണിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓൺ ദ മൂവ് എന്ന് പറയുന്ന പോയം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ മോട്ടോർ സൈക്കിൾ ഗ്യാങ്സിനെ കുറിച്ചും മാസ്കുലിനിറ്റിയെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും മിസോഗിനി അല്ല, അതായത് ഫീമെയിൽ ഹേറ്റഡ് അല്ല. നേരെ മറിച്ച് ദേ വാണ്ടഡ് ടു ഷോ ദാറ്റ് വാട്ട് ദേ വർ ഫീലിംഗ്, തങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാന കൺസേൺ ആയിരുന്നു. ജീവിതം പച്ചയായിട്ട് തന്നെ അവതരിപ്പിക്കുക, സ്റ്റാർക്ക് റിയാലിറ്റി എക്സ്പ്രസ് ചെയ്യുക, അതായിരുന്നു അവരുടെ കൺസേൺ. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണോ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ വായനക്കാരനും അതിൻ്റെ ഒരു ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ റോക്ക് മ്യൂസിക്, മോട്ടോർ സൈക്കിൾ ഗ്യാങ്സ്, ലെതർ ബാർസ്, ഓർഗീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയായിരുന്നു അവരുടെ പോപ്പുലർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. And he is also considered one of the poets who deal most frankly with gay subject matter and themes. ഇദ്ദേഹം ഒരു ഗേ ആണ്, ഇദ്ദേഹം ഒരു ഹോമോസെക്ഷൽ താല്പര്യങ്ങളുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ ഗേ ഇൻട്രസ്റ്റുകളും ഇദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്സും അതിൻ്റെ ബെറ്റർ സൈഡുകളെല്ലാം ഇദ്ദേഹം കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എല്ലാം തുറന്നെഴുതിയിട്ടുള്ള ഒരുപാട് അവസ്ഥകളും ഒരുപാട് വർക്ക്സുകളും വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്. ഇത് ഓപ്പൺലി ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ സൊസൈറ്റിയിലും ഇന്നത്തെ സൊസൈറ്റിയിലും ഇപ്പോഴും നമ്മൾ ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഫ്രീഡം ഉണ്ട്, അവരുടെ സെക്ഷുവാലിറ്റി തിരഞ്ഞെടുക്കാനും അവരുടെ മെറൈറ്റിയൽ ലൈഫാണെങ്കിലും അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും, അല്ലേ? ഇത്തരത്തിലുള്ളൊരു കാര്യത്തെ വളരെ ഓപ്പണായിട്ട് ഇത് ഭയങ്കര ടാബു ആയിട്ട് ഭയങ്കര ഒരു വിവാദമായിട്ടോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടോ കൺസിഡർ ചെയ്യുന്ന ഒരു 20 to early 21st century സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ആളായിരുന്നു. And Gunn is best known for his explorations into existential hero who takes many guises in his poetry, including the soldier and the motorcyclist. Alright. ഇദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻഷ്യലിസം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ സാർട്രയുടെ എക്സിസ്റ്റൻഷ്യലിസം, അതിൻ്റെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓൾറൈറ്റ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ഹീറോ എന്ന് പറയുന്ന ഒരു ഡിസ്ഗൈസിലാണ് ഇദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ ക്യാരക്ടേഴ്സും വന്നിട്ടുള്ളത്. സ്പെസിഫിക്കലി പോയട്രിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺ ദ മൂവ് എന്ന് പറയുന്ന പോം തന്നെ എടുക്കുകയാണെങ്കിൽ അതിലൊരു മോട്ടോർ സൈക്ലിസ്റ്റ് ഉണ്ട്, അല്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു സമയത്തെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഹീറോ ആണ്. ഒരുപാട് വാർ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു എസ്കേപ്പ് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാരണം അവർ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. കാരണം ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ ഫോം ചെയ്തു. ഇനിയൊരു യുദ്ധം കൂടി വന്നാൽ ലോകം ബാക്കി ഉണ്ടാവില്ല. ഐൻസ്റ്റീൻ പറയുന്നത് ഇനിയും മൂന്നാമതൊരു മഹായുദ്ധം കൂടി ഉണ്ടാവുകയാണെങ്കിൽ, ലോകമഹായുദ്ധം കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് കല്ലുകളായിരിക്കും എന്നാണ്. അത്രത്തോളം നമ്മുടെ അവസ്ഥ അത്രത്തോളം കൂപ്പുകുത്തി കഴിയും, ഉപയോഗിക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. അത്രത്തോളം ഒരു എക്കണോമിക് ഡിപ്രഷൻ വന്നിട്ടുണ്ടാവും. കൂടാതെ നമുക്ക് ബാക്കിയുള്ളതിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്, അല്ലേ? ഫുൾ റെസ്പോൺസിബിലിറ്റീസ് മാത്രം, എപ്പോഴും ബോസ് മാത്രം, സോളോസ് മാത്രം.
ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതൊരു എക്സിസ്റ്റൻഷ്യൽ നീഡാണ്, നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെയാണ് മോട്ടോർ സൈക്ലിസ്റ്റ് ഗ്യാങ് പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളൊരർത്ഥത്തിൽ കൂടി ഒരു ലക്ഷ്യവുമില്ലാതെ ഒരറ്റത്തു നിന്ന് തുടങ്ങി അറ്റമില്ലാത്ത യാത്രകളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. സോ ഇത്തരത്തിലൊരു ഇംപ്ലിക്കേഷൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ഹീറോയുടെ പോർട്രേ ഇദ്ദേഹത്തിൻ്റെ പല വർക്ക്സിലും കാണാൻ സാധിക്കും. ആൻഡ് ഗൺ ബിഗാൻ ഹിസ് പോയട്രി കരിയർ വൈൽ സ്റ്റിൽ അറ്റ് കാംബ്രിഡ്ജ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ഫൈറ്റിംഗ് ടേംസ്. ഇദ്ദേഹത്തിൻ്റെ പോളിറ്റിക്കൽ കരിയർ തുടങ്ങുന്നത് ദ ഫൈറ്റിംഗ് ടേംസിലൂടെയാണ്. ഇദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് വർക്ക്സ് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. എല്ലാ റൈറ്റേഴ്സിനെ പോലെ ഇദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സെറ്റ് പെർസ്പെക്റ്റീവിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക്സിനെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓൾറൈറ്റ്. And the sense of movement continues Gunn's exploration of the active versus the contemplative existential hero. The sense of movement എന്നുള്ള വർക്കിലൂടെ ആ ഒരു പെർട്ടിക്കുലർ കളക്ഷനിലൂടെ ഇദ്ദേഹം എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു ആക്റ്റീവായിട്ടുള്ള അതേപോലെ കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള രണ്ട് വേർഷൻസ് എടുത്ത് ഇദ്ദേഹം കമ്പയർ ചെയ്യുകയാണ്. ആക്റ്റീവ് എക്സിസ്റ്റൻഷ്യൽ ഹീറോ സ്വാഭാവികമായിട്ടും ഉടനടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അയാൾ ഇമ്പൾസിന്മേൽ ഹി വിൽ ബി ഡെഫിനറ്റ്ലി ആക്ടിങ് ഓൺ ഹിസ് ഇമ്പൾസസ്. പെട്ടെന്ന് തോന്നുന്ന ചില ഇദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ ഹീറോയ്ക്ക് ഓൺ ദ സ്പോട്ടിൽ ചില പർട്ടിക്കുലർ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ്. അതിനെ ഇദ്ദേഹം അപ്രൂവ് ചെയ്യുന്നു, കൂടുതൽ ഡെലിബ്രേഷനോട് കൂടിയല്ലാതെ, കൂടുതൽ അതിനെ മേൽ കണ്ടംപ്ലേറ്റ് ചെയ്യാതെ, ഒരുപാട് അമിതമായിട്ട് ആലോചിക്കാതെ ചില കാര്യങ്ങൾ വളരെ എടുത്തപടി സ്വീകരിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്നു. അത് നിലനിൽപ്പിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അതേസമയം ഒരുപാട് കണ്ടംപ്ലേറ്റ് ചെയ്ത് ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം തൻ്റെ എക്സിസ്റ്റൻഷ്യൽ ഈ ഒരു സിറ്റുവേഷനെ ബേസിക്കലി എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ഹീറോസും ഉണ്ട്. അല്ലെങ്കിൽ വളരെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രം തങ്ങളുടെ ഒരു തീരുമാനത്തെ കൺഫേം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരത്തിലുള്ളൊരു കമ്പാരിസൺ ഈ ഒരു ദ സെൻസ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു വർക്കാണ് ദ മൈ സാഡ് ക്യാപ്റ്റൻസ് ആൻഡ് അതർ പോംസ്. ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലൂടെ it actually marks a turning point in Gunn's career, right? കാരണം ഇത് ബേസിക്കലി 2 പാർട്ട് സ്ട്രക്ചർ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ഷേക്സ്പിയറിൻ്റെ ഒരു എപ്പിഗ്രാഫും വരുന്നുണ്ട്. കൂടാതെ സെക്കൻഡ് പാർട്ടിൽ എന്ന് പറയുന്നത് ഫ്രാൻസ് കഫ്കയുടെ ഒരു എപ്പിഗ്രാഫും വരുന്നുണ്ട്. ഓൾറൈറ്റ്. ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലൂടെ ഇദ്ദേഹം തൻ്റെ മൂവ്മെൻറ്റ് ഐഡിയോളജീസ് എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്കാണെന്ന് പറയാം. കരിയറിലെ ഏറ്റവും നല്ലൊരു മികച്ചൊരു വർക്കായിരുന്നു. അതുകൂടാതെ തന്നെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് എ ബോർഡർ ക്രോസിംഗ് ദാറ്റ് ഈസ് എവിഡന്റ് ഇൻ ദ ബുക്സ് 2 പാർട്ട് സ്ട്രക്ചർ. രണ്ട് ബൗണ്ടറീസ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ഇതിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ഇദ്ദേഹം മൂവ്മെൻറ്റ് പോയട്രിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു സമയവും കൂടാതെ കമ്പാരിറ്റീവ്ലി ഒരു ലൂസ് ഫ്രീ വേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ഷിഫ്റ്റുകളെ നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഈസ് ആക്ച്വലി കൺസേൺ വിത്ത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഇൻഫിനിറ്റ് വിൽ ആൻഡ് ദ കൺഫൈൻഡ് എക്സിക്യൂഷൻ. അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഡീൽ ചെയ്യുന്നത് നമ്മുടെ അനന്തമായിട്ടുള്ള വില്ലാണ്, ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങളാണ്, ആൻഡ് ദ കൺഫൈൻഡ് എക്സിക്യൂഷൻ. അതിനുശേഷം വരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു സമയം എത്തുമ്പോൾ വി ഹാവ് ടു കൺഫൈൻ അവർ സെൽവ്സ് ആൻഡ് വി ഹാവ് ടു അണ്ടർഗോ എക്സിക്യൂഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു മീറ്റർ ഈസ് സ്യൂട്ടബിളി ട്രഡീഷണൽ, നമ്മുടെ ഏർലി ബിലീഫ്സിന് നമ്മൾ ശരിവെക്കുന്നതാണ്. അതേസമയം സെക്കൻഡ് ഹാഫ് ഓഫ് ദി ബുക്ക് ഈസ് മച്ച് ലെസ് തിയറിറ്റിക്കൽ. അടുത്തത് കൂടുതൽ തിയററ്റിക്കലാണ്, ഇനീഷ്യൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നതാണ്, അടങ്ങാത്ത ആഗ്രഹങ്ങളെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ഫൈനലി ഒരു കൺഫൈൻഡ് എക്സിക്യൂഷൻ വരുമെന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഇറ്റ്സ് ലെസ് ട്രഡീഷണൽ ഓർ മച്ച് ലെസ് തിയററ്റിക്കൽ. ഇത് കൂടുതലായിട്ട് നമ്മുടെ ഡിറക്റ്റ് ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഓൾറൈറ്റ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മൈ സാഡ് ക്യാപ്റ്റൻസ് ആൻഡ് അതർ പോംസ് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൺ ദ മൂവ് ആണ് ഇദ്ദേഹത്തിൻ്റെ വളരെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പോം എന്ന് പറയുന്നത്. നമ്മൾ മാസ്റ്റേഴ്സിനെ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് ആക്ച്വലി ദ ഓപ്പണിംഗ് പോം ഇൻ ദ കളക്ഷൻ ദ സെൻസ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ. ദ സെൻസ് ഓഫ് മൂവ്മെൻറ്റ് പോയട്രിയുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു എസെൻസ് അറിഞ്ഞുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പോയട്രി കളക്ഷനാണ് ദ സെൻസ് ഓഫ് മൂവ്മെൻറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് പോയട്രിയുടെ പ്രധാന സവിശേഷതകളെല്ലാം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള പോംസാണ്, വർക്ക്സുകളാണ് ഇതിൽ ഫീച്ചർ ചെയ്ത് വന്നിരിക്കുന്നത്. And the poem is said to be a sociological footnote of the 1950s. ഏകദേശം ഒരു 1950s സമയത്തുണ്ടായിരുന്ന ആ ഒരു സമയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സോഷ്യോളജിക്കൽ ഫുട് നോട്ടാണ് ഇതെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഹി സ്റ്റാർട്ട്സ് ഇറ്റ് വിത്ത് ഓൺ ദ മൂവ് മാൻ യു ഗോtta ഗോ, ഓൺ ദ മൂവ് മാൻ, ഗെറ്റ് ഓൺ ദ ട്രാക്ക് മാൻ, യു ഹാവ് ടു ഗോ, യു ഹാവ് ടു മൂവ് ഓൺ. ഇത്തരത്തിലുള്ളൊരു ലൈനാണ് ഇതോടുകൂടിയാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. And this is the intended words to describe the lifestyle of motorcycle gangs of 1950s who are byproducts of altering civilization and inventions spurted in the given period. ആ ഒരു 1950 സമയത്ത് ഉണ്ടായിരുന്ന വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം, ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഗ്രൂപ്പ്, ഗ്യാങ്സ് എന്ന് പറയാം, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗ്രൂപ്പ്സ് എന്ന് പറയാം, ഓർ മേ ബി വി ക്യാൻ ഈവൻ കോൾ ദം ലൈക്ക് ഇന്ന് നമുക്കുള്ള പോലെ ക്ലബ്സ് എന്ന് പറയാം. പക്ഷേ പോപ്പുലർലി ക്ലബ്സ് എന്ന് പറയുന്ന ടേം അന്ന് സ്പെസിഫിക്കലി ഈ ഒരു കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മോട്ടോർ സൈക്കിൾ ഗ്യാങ്സ് എന്ന പേരിലാണ് ഇവർ കൂടുതലായിട്ട് പോപ്പുലറൈസ് ആയിട്ടുള്ളത്. ഈ ഒരു വേൾഡ് വാറിന് ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്രെഡ്സിൽ നിന്നും ഫീവറിൽ നിന്നും അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നെല്ലാം ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ട്, ലക്ഷ്യമില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, എവിടെ നിന്ന് തുടങ്ങണമെന്നോ എവിടെ നിന്ന് അവസാനിക്കണമെന്നോ അറിയാതെ ഞങ്ങളുടെ ഈ ഒരു പൊടിവാറി കിടക്കുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ഡസ്റ്റുകളെല്ലാം പരത്തിക്കൊണ്ട് അറ്റമില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പേർപ്പസ്ലെസ് ആയിട്ടുള്ളൊരു യാത്ര, അതിനെയാണ് ഇദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ഈ ലൈനിൽ തന്നെ പറയുന്നുണ്ട്, രാവിലെ തീറ്റ തേടി ഇറങ്ങുന്ന കിളികൾക്കും അറിയാം അവർക്ക് എവിടെയാണ് ഒളിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അവരുടെ യാത്ര എങ്ങോട്ടാണെന്ന് അവർക്കറിയാം. പക്ഷേ ഇവരുടെ പേർപ്പസ്, ഇവരുടെ ലക്ഷ്യം, ഇവരുടെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ ഇവർക്ക് അറിയില്ല എന്നുള്ള തരത്തിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ചില റിമാർക്സോട് കൂടിയാണ് ഈ പോയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. And they are infamous with their behavior in United States and Great Britain. കൂടാതെ ഇവരുടെ ഈ ഒരു ബിഹേവിയർ കാരണം അവർ പ്രത്യേകം കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ടീമാണെന്ന് കൂടിയാണ് ഇദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഇത്രത്തോളം യാതൊരു പർപ്പസും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഇവരെ ഒരു വിമർശനാത്മകമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരെ വിമർശനാത്മകമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഇദ്ദേഹം ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വർക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. ഓൾറൈറ്റ്, അതായത് നമ്മൾ മൂവ്മെൻറ്റ് പോയട്രിയെ കുറിച്ച് സംസാരിച്ചു, കൂടാതെ ഫിലിപ്പ് ലാക്കിനെ കുറിച്ച് സംസാരിച്ചു, ടോം ഗണ്ണിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരുപാട് ആളുകളൊക്കെ ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എലിസബത്ത് ജെന്നിങ്സ്, അവരെക്കുറിച്ച് നമ്മൾ മാസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കൂടാതെ കിങ്സ്ലി ആമസിനെ നമുക്കറിയാം, ഡൊണാൾഡ് ഡേവി, DJ എൻറൈറ്റ്, ജോൺ വെയ്ൻ, കൂടാതെ റോബർട്ട് കോൺക്വസ്റ്റ് ഇവരെ കൂടാതെയുള്ള അഡീഷണൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ബേസിക്കലി 4 ആളുകളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫിലിപ്പ് ലാക്കിനെ കുറിച്ചും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോം ഗണ്ണിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞു. കൂടാതെ കിങ്സ്ലി ആമസിൻ്റെയും അതുപോലെ തന്നെ എലിസബത്ത് ജെന്നിങ്സിൻ്റെയും കൂടുതൽ വിപുലമായിട്ടുള്ള വർക്ക്സുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു അവരുടെ പോയട്രി മൂവ്മെൻറ്റ് പോയട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കണം ഇതിൻ്റെ കൂടെ. ഓൾറൈറ്റ്, സോ കൂടെ ഞാൻ കുറച്ച് PYQസും സാമ്പിൾ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. കൂടാതെ എക്സ്ട്രാ സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യുമ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അർഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.